വൻ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഭീകരർ പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ലഷ്കർ-ഇ തോയ്ബയാണ് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ട, ചാന്ദിനി ചൗക്കിലെ പുരാതന ക്ഷേത്രങ്ങൾ, നഗരത്തിലെ മറ്റു പ്രധാന ആരാധനാലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഭീകരർ IED സ്ഫോടനങ്ങൾക്ക് കോപ്പുകൂട്ടുന്നത്. ഇന്ത്യയെ എങ്ങനെ തകർക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് ലഭിച്ചതോടെ ദില്ലിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങേയറ്റം കർശനമാക്കി. നഗരത്തിന്റെ മുക്കിലും മൂലയിലും പാരാമിലിറ്ററി ഫോഴ്സിനെ വിന്യസിച്ചും വാഹനങ്ങൾ അടിച്ചുപെറുകയും ദില്ലി ഒരു സുരക്ഷാ കോട്ടയാക്കി മാറ്റിയിരിക്കുകയാണ് അധികൃതർ. ഫെബ്രുവരി 6 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുള്ള പള്ളിയിൽ നടന്ന സ്ഫോടനത്തിന് പകരമായിട്ടാണ് ലഷ്കർ ഇന്ത്യയിൽ ആക്രമണത്തിന് മുതിരുന്നതെന്നാണ് സൂചനകൾ. 3 മാസം മുമ്പ് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ക്ഷേത്രത്തിനടുത്തുണ്ടായ സ്ഫോടനത്തിൽ 15 പേർ കൊല്ലപ്പെട്ട സംഭവം കണക്കിലെടുത്ത് ഇത്തവണ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ദില്ലിയിലേക്കുള്ള ഓരോ പ്രവേശന കവാടങ്ങളിലും വാഹനങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെയും നിരീക്ഷിച്ചു വരികയാണ്. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ 24 മണിക്കൂറും സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനു പുറമെ മാർക്കറ്റ് അസോസിയേഷനുകൾ, റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകൾ എന്നിവരുമായി പോലീസ് ചർച്ചകൾ നടത്തി പൊതുജനങ്ങളുടെ സഹകരണവും ഉറപ്പാക്കി. വീട്ടുജോലിക്കാർ, വാടകക്കാർ, സെക്യൂരിറ്റി ജീവനക്കാർ എന്നിവരുടെ പശ്ചാത്തലം പരിശോധിക്കാനുള്ള നടപടികളും പോലീസ് ഊർജിതമാക്കി. ദില്ലിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കേറിയ ഇടങ്ങളിലും സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്നും ജനങ്ങൾ ഭീതിയല്ല, ജാഗ്രതയാണ് പാലിക്കേണ്ടതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കാൻ പാക് ചാരസംഘടനയായ ISIയും ബംഗ്ലാദേശ് കേന്ദ്രീകൃതമായ തീവ്രവാദ സംഘടനകളും ചേർന്ന് മെനഞ്ഞ വൻ ഗൂഢാലോചന ദില്ലി പോലീസ് തകർത്തിരുന്നു. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമായി നടത്തിയ അതീവ രഹസ്യ നീക്കത്തിലൂടെ 8 ഭീകരരെയാണ് പിടികൂടിയത്. ദില്ലി മെട്രോ ശൃംഖലയുൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട പ്രകോപനപരമായ പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ ഭീകര ശൃംഖലയെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ വസ്ത്രനിർമ്മാണശാലകളിൽ സാധാരണ തൊഴിലാളികളെ വ്യാജേന ഒളിപ്പിച്ച് താമസിപ്പിക്കുകയായിരുന്നു ഭീകരർ. മിസാനൂർ റഹ്മാൻ, മുഹമ്മദ് ഷബാദ്, ഉമർ, മുഹമ്മദ് ലിറ്റൻ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഉജ്ജൽ എന്നിവരെയാണ് തിരുപ്പൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ ചിലർ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് ഇവർ തമിഴ്നാട്ടിൽ സുരക്ഷിത താവളം ഒരുക്കിയെന്നും പോലീസ് കണ്ടെത്തി. 2 ഭീകരരെ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 16 സിം കാർഡുകൾ, 8 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.